നമസ്കാരം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഹെമറാജിക് സ്ട്രോക്ക് എന്ന കണ്ടീഷനെ പറ്റിയും അതിൻ്റെ ശസ്ത്രക്രിയാ രീതികളെ പറ്റിയുമാണ്. എന്താണ് ഹെമറാജിക് സ്ട്രോക്ക്? തലച്ചോറിലെ രക്തക്കുഴലിൽ നിന്നും രക്തം പൊട്ടുകയും രക്തസ്രാവം ഉണ്ടായി തലച്ചോറിലേക്ക് ഒഴുകി ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഹെമറാജിക് സ്ട്രോക്ക്. തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ വളരെ ഗുരുതരമായി ബാധിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണിത്. പേഷ്യൻറ്റിൻ്റെ മരണത്തിന് വരെ കാരണമാകുന്ന ഒരു ഗുരുതരമായ അടിയന്തരാവസ്ഥ തന്നെയാണ് ഹെമറാജിക് സ്ട്രോക്ക്. ഹെമറാജിക് സ്ട്രോക്ക് വരുന്ന രോഗികളിൽ എല്ലാ രോഗികൾക്കും ശസ്ത്രക്രിയ വേണ്ടി വരില്ല. രോഗിയുടെ അവസ്ഥ, രക്തസ്രാവത്തിൻ്റെ അളവ്, രക്തസ്രാവം ഉണ്ടാകുന്ന തലച്ചോറിലെ സ്ഥലം, രോഗിയുടെ ജനറൽ കണ്ടീഷൻ എന്നിവയെ ആശ്രയിച്ചായിരിക്കും ശസ്ത്രക്രിയ തീരുമാനിക്കുന്നത്. ഉദാഹരണത്തിന് തലച്ചോറിൽ രക്തസ്രാവം കൂടുകയും അത് കാരണം തലച്ചോറിൽ സമ്മർദ്ദം കൂടുകയും ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അത് ശസ്ത്രക്രിയ വേണ്ടി വന്നേക്കാം. മറ്റ് ചിലപ്പോൾ കൂടുന്ന രക്തസ്രാവം കാരണം തലച്ചോറിലേക്കുള്ള രക്തയോട്ടം കുറയുകയും പേഷ്യൻ്റ് അബോധാവസ്ഥയിലേക്ക് പോവുകയും അത് മരണകാരണം തന്നെ ആകാനുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ ഒരു ശസ്ത്രക്രിയ അടിയന്തരമായി ചെയ്യേണ്ടി വരാം. തലച്ചോറിലെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന രക്തസ്രാവം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ശസ്ത്രക്രിയ ആവശ്യമായി വന്നേക്കാം. മറ്റ് ചിലപ്പോൾ അന്യൂറിസം അഥവാ രക്തക്കുഴലുണ്ടാകുന്ന കുമിള പൊട്ടി ഉണ്ടാകുന്ന രക്തസ്രാവം, AVM അഥവാ ആർട്ടീരിയോ വീനസ് മാൽഫോർമേഷൻ, അതായത് തലച്ചോറിലെ രക്തധമനികളും ഞരമ്പുകളും തമ്മിൽ അബ്നോർമലായ ഒരു കണക്ഷൻ ഉണ്ടായിട്ട് അതിൽ നിന്ന് രക്തസ്രാവം ഉണ്ടാകുക, അങ്ങനെയുള്ള കണ്ടീഷനുകളിൽ ചിലപ്പോൾ ഒരു സർജറി ആവശ്യമായി വന്നേക്കാം.